ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ തടസ്സങ്ങളും കുറേ തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനും മറ്റൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഒരു മാസമായി തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട്. പിന്നെ 2 ദിവസം മുന്നേ ഞാനൊരു മഴയുടെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ജസ്റ്റ് ഇവിടെ മഴ പെയ്തപ്പോൾ ഞാൻ എടുത്തിട്ട് മറ്റൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അവിടുന്ന് നമ്മൾ മൂകാംബിക, ഉടുപ്പി അമ്പലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് തടസ്സം എന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീണു കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് ദിവസം മുന്നേ കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം കളയാനായിട്ട്, അതിൻ്റെ വെള്ളം പുറത്തേക്ക് കളയാനായിട്ടുള്ളൊരു ഓസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ അവിടെ മിറ്റമൊക്കെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ ഇട്ടിരുന്നു കേട്ടോ. എന്തോ ഒരു ആവശ്യത്തിനായിട്ട് ആ വഴിയൊന്ന് നടന്നതാണ് കേട്ടോ. ആ ഓസി തട്ടി അങ്ങനെ പടപടാന്ന് പറഞ്ഞൊരു വീഴ്ച, കൈമുട്ടും കാൽമുട്ടും ഒക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി, വിരൽ തട്ടിയിട്ടാണ് വീണ്. അപ്പം കാലിൻ്റെ 5 വിരലിൻ്റെ അവിടെ നല്ലൊരു ചതവ് പോലെ ഉണ്ടായിരുന്നു, നല്ല നീരും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല കേട്ടോ. നമ്മുടെ SBMൻ്റെ മുറിവെണ്ണ ഉണ്ടായിരുന്നു, അത് തേച്ച് ചൂടൊക്കെ പിടിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഡോക്ടറെ കാണിച്ചാൽ ഇനി പ്ലാസ്റ്റർ ഇടുവോ ചെറിയ ചിന്നലോ എന്തെങ്കിലും ഉണ്ടോ. പക്ഷേ ഈ മുറിവെണ്ണ തേച്ചിട്ട് നന്നായിട്ട് മാറി കേട്ടോ. പെട്ടെന്നൊന്നും മാറിയില്ല, ഒരു 2-3 ആഴ്ച എടുത്തു കേട്ടോ തേച്ച് നന്നായിട്ട് തിരുമ്മി അങ്ങനെ മാറി. ഇപ്പം എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഓസ് അവിടെ ഞാൻ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ പോണ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാംഗ്ലൂർ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ മെയ് ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് നമ്മൾ ബാംഗ്ലൂർ പോയത്. നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങി, നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് തണുത്തു കേട്ടോ. ആ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പം നമ്മളൊരു 7:30 മണിയൊക്കെ ആയപ്പോൾ തന്നെ അതേ കണ്ടോ, അപ്പോഴത്തേക്കും തന്നെ നല്ല വെയിൽ തുടങ്ങി. സൂര്യൻ നല്ല പിടപെടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വെയിൽ നല്ല ചൂടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് നമ്മൾ NH കൂടെ പോകുമ്പോൾ നല്ലവണ്ണം അനുഭവപ്പെട്ടു കേട്ടോ ചൂട്. എല്ലാ സ്ഥലത്തും ചൂടായിരുന്നല്ലോ ആ സമയത്തൊക്കെ. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ബൈക്ക് ഉണ്ട്, ഒരു പ്രത്യേകതയുള്ളൊരു ബൈക്ക് ഒരാളിങ്ങനെ ഓടിച്ച് കൊണ്ടുപോകണ കണ്ടു കേട്ടോ. അതിനൊരു എന്തോ ഒരു പ്രത്യേകത, അയാൾ കാലുമൊക്കെ വെച്ചേക്കണുണ്ടോ. ഒരു ടൈപ്പ് എനിക്കൊന്ന് ഫോറിൻ ബൈക്കും കണ്ടാന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതിൻ്റെ ടയറൊക്കെ നല്ല വലിപ്പമുള്ള ടയറായിരുന്നു കേട്ടോ. ബാക്ക് ടയറും ഫ്രണ്ട് ടയറും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അയാളുടെ ഇരിപ്പൊക്കെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയാണ് കേട്ടോ. നമ്മളൊരു സൺഡേ ആയിരുന്നു കേട്ടോ ബാംഗ്ലൂർക്ക് പോയത്. പറയത്തക്ക തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, റോഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാഫിക്കൊന്നും അധികം കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ പേടിച്ചു, ഇനിയിപ്പോൾ സൺഡേ എല്ലാവരും ലീവൊക്കെ കഴിഞ്ഞിട്ട് സൺഡേ ബാംഗ്ലൂർക്ക് മടങ്ങുമ്പോൾ തിരക്ക് ആവോ റോഡിലൊക്കെ എന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷേ അന്ന് ദിവസം അത്ര ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ല ചൂടായിരുന്നു, ഭയങ്കര നല്ല ചൂടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് കണ്ടില്ലേ, മരങ്ങളൊക്കെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ കൊഴിച്ച് കരിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുക മരങ്ങളൊക്കെ. അപ്പം നമുക്ക് കാറിലിരുന്ന് കഴിഞ്ഞാൽ അത്ര ചൂട് അനുഭവപ്പെടില്ല, AC അല്ലേ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. നോക്കൂ, എല്ലാം ചെടികളൊക്കെ ഉണങ്ങി ഒരു വിധമായി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സങ്കടമാവും കേട്ടോ. ചുറ്റുമുള്ള മരങ്ങളൊക്കെ, ഇതൊക്കെ മഴക്കാലത്തൊക്കെ എത്ര നല്ല ഇലകളൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് നിൽക്കേണ്ട മരങ്ങളാണെന്നറിയോ. പക്ഷേ ഇപ്പം നോക്കുമ്പം ഇലകളൊക്കെ കൊഴിച്ച് എന്താ പറയുക, മരമായിട്ട് കരിഞ്ഞിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഇടയ്ക്ക് ചില മരങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്, മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുക ചൂടുകൊണ്ടേ. നോക്കൂ എല്ലാ മരങ്ങളും. അപ്പം നമ്മൾ പോണ വഴിക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ അടയാർ ആനന്ദഭവനിലാണ് കേട്ടോ നിർത്തിയത്, തൊപ്പൂരുള്ള അടയാർ ആനന്ദഭവൻ. അപ്പം അവിടെ നമുക്ക് ഇറങ്ങിയെന്ന് വീഡിയോ, ഞാൻ ഫുഡിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇങ്ങനെയൊന്നും പോലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്ര ചൂടായിരുന്നു. വേഗം തന്നെ കാറിൽ കയറണമെന്ന് ഉള്ള ഇതായിരുന്നു, പുറത്തൊന്നും നിൽക്കാനേ വയ്യ, എത്ര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് A2Bയിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മൾ കാറിലിരുന്ന് കഴിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, മുരുകൻ ഇഡലി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് നമ്മൾ പോണതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അപ്പം അവിടെ ഈ പൊടി ഇഡലി കിട്ടും കേട്ടോ, ഗീ പൊടി ഇഡലി നല്ല ടേസ്റ്റാണ് കേട്ടോ.
അത് കഴിക്കാനായിട്ട് അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ വന്നപ്പം സൺഡേ ആയിരുന്നു, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ നിന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കണമെന്ന്. നോക്കിയപ്പം ഈ അവരുടെ ഈ ഫുഡ് കഴിക്കാനായിട്ട്, റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുക. അത്ര ഫേമസ് ആണ് അവിടുത്തെ ഗീ ഇഡലി കേട്ടോ, ഗീ പൊടി ഇഡലി. അപ്പോൾ അത് കഴിക്കാനായിട്ട് കുറേ ആൾക്കാരിങ്ങനെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറൊരു സംഭവം കിട്ടും കേട്ടോ, നമ്മുടെ എന്താ പറയുക, ജിഗർദണ്ഡ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മധുര സ്പെഷ്യലാണ് കേട്ടോ. മധുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള സ്പെഷ്യലായിട്ടുള്ളൊരു സ്വീറ്റ് ആണത്. ഒരു ഐസ്ക്രീം മാതിരിയുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം നമ്മളിതേ മുരുകൻ ഇഡലി കടയിലെത്തി. ഇതാണ് കേട്ടോ, അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പം അവിടെയാണിത് കിട്ടുക. അപ്പം മോൾക്കത് കഴിക്കണമെന്ന് പറഞ്ഞപ്പം നമ്മൾ അവിടെ നിർത്തി. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ഇങ്ങനെ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ, പണ്ടത്തെ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് നടന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ജിഗർദണ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, ജിഗർദണ്ഡ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. കണ്ടോ, അത് അടിയിലൊരു വൈറ്റ് കളറും മേളിലൊരു ഓറഞ്ച് ബോൾ പോലുള്ളൊരു ഐസ്ക്രീം, അവർ തന്നെ ഉണ്ടാക്കണ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേകതയുള്ളൊരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡെസേർട്ട്. ജിഗർദണ്ഡ എന്നാണ് അതിൻ്റെ പേര്. അടിപൊളി ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. വാനില എസൻസ് അതിൻ്റെ ഒന്നും അല്ല, ഒരു മിൽക്കിൻ്റെയും ഒക്കെ ആയിട്ടുള്ളൊരു ഫ്ലേവറൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് അവിടെ നിർത്തി. അപ്പം നമ്മളത് അവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്ക് പോകണ്ടെങ്കിൽ കയറിക്കോളൂ കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ മുരുകൻ ഇഡലി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ്. നല്ല ടേസ്റ്റുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. ഈ എന്താ പറയുക, ജിഗർദണ്ഡ എന്ന് പറഞ്ഞുള്ള ഡെസേർട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടില്ല. തമിഴ്നാട്ടിലാണ് കൂടുതലും കിട്ടുക. കൂടുതലും ഇതിൻ്റെ ഉത്ഭവം മധുര ആ ഒരു ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. മധുര സ്പെഷ്യലാണ് ജിഗർദണ്ഡ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ കയറിയപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഈ വഴിക്ക് വരുമ്പം നമ്മളത് കഴിക്കാറുണ്ട് കേട്ടോ. പൊടിയുള്ളി ഈ മസാല. അപ്പം നമ്മൾ ജിഗർദണ്ഡയൊക്കെ കഴിച്ചിട്ട് മടങ്ങുകയാണ് കേട്ടോ. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു, അതിന് പുറത്തുമൊക്കെ നല്ല സ്ഥലമൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അത്യാവശ്യം കാർ പാർക്കിങ്ങിനൊക്കെ നിറയെ സ്ഥലമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ആൾക്കിതുപോലെ വെയിറ്റ് നോക്കണമെന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങൾ വെയിറ്റ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇവിടെ തമിഴ്നാട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിറച്ച് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല കുറേ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൊണ്ട് വെജ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല, നിറച്ചുണ്ട് കേട്ടോ. ഇനി തൊപ്പൂര് കഴിഞ്ഞാൽ ഇനി നമ്മൾ കൃഷ്ണഗിരിയിലേക്കാണ് എത്തുക കേട്ടോ. അപ്പോൾ കൃഷ്ണഗിരി കഴിഞ്ഞാൽ പിന്നെ ഹൊസൂരാണ്. അപ്പോൾ ഹൊസൂര് വഴിയാണ് നമ്മൾ ബാംഗ്ലൂർ പോകണമെങ്കിൽ നല്ല ട്രാഫിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി, ഇനിയിപ്പം ട്രാഫിക് ഇല്ലാത്ത റൂട്ട് ഏതാ നോക്കി വന്നപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒരു വഴി കാണിച്ചു തന്നു കേട്ടോ. എപ്പോഴും മിക്കവാറും ഇലക്ട്രോണിക് സിറ്റിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അത് കാരണം വേറെ വഴി കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു വഴി കിട്ടി. അപ്പോൾ കൃഷ്ണഗിരി കഴിഞ്ഞ് ഹൊസൂർ എത്തുന്നതിന് മുന്നേ ശൂലഗിരിയിലേക്ക് തിരിഞ്ഞ് അങ്ങനെ പോകണം കേട്ടോ. ശൂലഗിരി വഴി മാലൂർ ഹോസ്കോട്ടെ എത്തും. മാലൂർ വഴി ഹോസ്കോട്ടെ എത്തുന്ന അങ്ങനെ ഒരു റോഡാണ് കേട്ടോ. അപ്പം ആ വഴിയാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോയത്. ഹൊസൂർ ടച്ച് ചെയ്യാണ്ട് ഹൊസൂരിന് മുന്നേ ആണ് ഈ ശൂലഗിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോകണം. പക്ഷേ അതൊരു തന്നെയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. തന്നെ ഗ്രാമപ്രദേശം നിറച്ച് കൃഷികളും കണ്ടില്ലേ, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു തന്നെയൊരു ഗ്രാമപ്രദേശത്തിൽ കൂടെയാണ് നമ്മൾ പോണത്. അത് നമ്മൾ ഹോസ്കോട്ടയിൽ എത്തിച്ചേരും കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങളുടെ ബാംഗ്ലൂർക്ക് പോകാനായിട്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ദേ നല്ലൊരു കൃഷിയിടങ്ങളൊക്കെ, സൂര്യൻ അപ്പോഴും നല്ല, ആ സമയത്ത് നല്ല ചൂടായിരുന്നു. മെയ് ഫസ്റ്റ് വീക്കല്ലായിരുന്നോ, നല്ല സൂര്യൻ നല്ല കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 മണി ആ സമയമായിട്ട് നല്ല ചൂടായിരുന്നു. ഇതേ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുക കൃഷിഭൂമിയൊക്കെ. ചിലയിടത്തൊക്കെ ചെറുതായിട്ട് കൃഷി അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെയ്യേണ്ടതേ കണ്ടോ. ഇവിടെയൊക്കെ കരിഞ്ഞ്, അതെ ഇവിടെയൊക്കെ കൃഷിയാണ്. ഇടയ്ക്ക് അവരിങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട്, ഇങ്ങനെ കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മളിങ്ങനെ ഒരു ഗ്രാമീണ പാതയെ കൂടിയാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. ബാംഗ്ലൂർ നല്ല ചൂടായിരുന്നു കേട്ടോ. മെയ് ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പം അവിടെ നല്ല ചൂടായിരുന്നു. സാധാരണ ബാംഗ്ലൂർ അത്ര ചൂടുണ്ടാവാത്തതാണ് കേട്ടോ. നാട്ടിലേക്കാളിലും ചൂട് കുറവായിരിക്കുമല്ലോ. പക്ഷേ ബാംഗ്ലൂർ നല്ല ചൂടായിരുന്നു ഇപ്രാവശ്യം. എന്താണെന്നറിയില്ല, എല്ലായിടത്തും പൊതുവേ ചൂട് കൂടുതലായിരുന്നല്ലോ. അപ്പം അവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബാംഗ്ലൂർ സൺഡേ ആണ് പോയത്. അപ്പം സൺഡേ പോയിട്ട് പിന്നെ ഇനിയിപ്പോൾ 5 ദിവസം വർക്കിംഗ് ഡേ ആണ് മോൾക്ക്. അപ്പം എങ്ങും പോകാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് സാറ്റർഡേ ആണ് നമ്മൾ മൂകാംബിയൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ മൂകാംബിയ പോയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ടേ നോക്കൂ, സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നല്ല ചൂടായിരുന്നു ആ സമയത്ത്. ആ മെയ് ഫസ്റ്റ് വീക്ക് ആ സമയമല്ലായിരുന്നോ. പക്ഷേ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ കിട്ടിയിട്ടോ. 2 നല്ല മഴ കിട്ടിയതോടുകൂടി ബാംഗ്ലൂർ ഒന്ന് തണുത്തു കേട്ടോ. സാധാരണ ബാംഗ്ലൂർ അങ്ങനെ നല്ല ചൂടുണ്ടാവാറ് കുറവാണ്. നമ്മുടെ നാട്ടിലേക്കാളും ചൂട് കുറവാണല്ലോ ബാംഗ്ലൂർ. പക്ഷേ ഇപ്രാവശ്യം നല്ല ചൂടായിരുന്നു. പക്ഷേ ആ മഴ കിട്ടിയാലും ഒരു ആശ്വാസമായി കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ കണ്ടോ നിറച്ച് ഓട് ഫാക്ടറികൾ, ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന കളിമണ്ണ് നമ്മുടെ ഇവിടെ കാണാറുണ്ടല്ലോ. അപ്പം ബാംഗ്ലൂർ എനിക്കൊന്ന് ഈ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ. നിറയെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നിറയെ ഇങ്ങനെ ഓടുണ്ടാക്കുന്ന ഫാക്ടറികൾ 2 സൈഡും കാണാൻ പറ്റി കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. 2 സൈഡായിട്ട് മാറി കുറേ ഓട് നിർമ്മിക്കുന്ന ഫാക്ടറികൾ കണ്ടിരുന്നു. ഇപ്പം നമ്മളിതേ ബാംഗ്ലൂർ എത്തി കേട്ടോ. ബാംഗ്ലൂർ നമ്മൾ താമസിക്കുന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഓൺ ദ വേയിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പം നമ്മൾ നാളെ ഇനി മൂകാംബികയിൽ പോയ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.